അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന പ്രഹരങ്ങൾ, അതിനെപ്പറ്റിയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും ക്ലാസ്സുകളിലൂടെ. ഓരോ പാപവും നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നു. ഹൃദയത്തിൽ കറുത്ത കുത്തുകൾ അഥവാ കറുത്ത ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുവെന്നും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രകൃതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നും ഒക്കെ നാം ആ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള ചില പാപങ്ങൾ ഗുരുതരമായതാണെന്നും അതിൻ്റെ ആഘാതം ശക്തമായതാണെന്നും ഹൃദയത്തെ അത് ശക്തമായി ബാധിക്കുന്നുവെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുമുണ്ടായി. അതിലൊന്നാണ് ലഹരിയുടെ ആഘാതം. ലഹരിയെപ്പറ്റി പറഞ്ഞ സ്ഥലത്ത് ഇസ്മുൻ കബീർ എന്നാണ് പറഞ്ഞത്. വലുതായ, കബീർ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു ഇസ്മ് ഹൃദയത്തിൽ ബാധിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാർക്കാണ് ഹൃദയത്തിൽ ലഹരി ഉണ്ടാക്കുന്നത് എന്ന് നാം സൂചിപ്പിച്ചു. അത് ഹൃദയത്തിൻ്റെ ഗാഹ്യതയെ തന്നെ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാനുള്ള, സത്യം മനസ്സിലാക്കുവാനുള്ള, യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഷിർക്ക് എന്ന മഹാപാതകത്തെപ്പറ്റി പറഞ്ഞത് അത് ഇസ്മുൻ അലീം എന്നാണ്. അലീം എന്ന് പറഞ്ഞാൽ വണ്ണവും വ്യാപ്തിയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അലീം എന്ന പദം. അങ്ങനെ വണ്ണവും വ്യാപ്തിയും കടുപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന, ഹൃദയത്തിലുണ്ടാക്കുന്നതാണ് ശിർക്ക് എന്ന മഹാപാതകം എന്നും നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ സ്വന്തം അപരാധം മറ്റൊരാളുടെ നിരപരാധിയുടെ പേരിൽ ചുമത്തുക വഴി ഇസ്മുൻ മുബീൻ ഉണ്ടാക്കും. ഹൃദയത്തിൽ ഇസ്മുൻ മുബീൻ അഥവാ തെളിഞ്ഞതും പ്രകടവുമായ തരത്തിലുള്ള ആഘാതം, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് മാർക്ക്, ബ്ലാക്ക് മാർക്ക് അത് ഉണ്ടാക്കുന്നു എന്നും നാം ഗ്രഹിച്ചു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. അതുപോലെ തന്നെ അതിഗുരുതരമായ ചില പാപങ്ങളെപ്പറ്റിയാണ് ഈ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഹൃദയത്തിൽ മുദ്ര ചാർത്തപ്പെടുന്ന ഗുരുതരമായ അവസ്ഥയാണ്. അഥവാ ഖൽബുൽ മത്ബൂ, ഹൃദയത്തിൽ മുദ്ര ചാർത്തപ്പെടുക, ചാപ്പയടിക്കുക. ഇങ്ങനെയുള്ള പാപങ്ങൾ അത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമുക്ക് വിവരിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആറാഫ് 7-ാമത്തെ അധ്യായം 101 വചനത്തിൽ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു ഒരു തരം പാപത്തെപ്പറ്റി. അഥവാ തെളിവുകളും ആയാത്തുകളും വ്യക്തമായ അല്ലാഹുവിൻ്റെ അടയാളങ്ങളെ നിഷേധിച്ചു തള്ളുന്ന, അവഗണിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ, ഹൃദയാവസ്ഥയെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫിൽ പറയുന്നു. തിൽക്കൽ ഖുറ, ആ നഗരങ്ങൾ, ആ രാജ്യങ്ങൾ, ആ നാടുകൾ നഖുസ്സു അലൈക മിൻ അംബാഇഹ, നിനക്ക് അതിലെ വൃത്താന്തം നാം അറിയിച്ചു തരികയാണ് ഈ വഹിയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നിനക്ക് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വിവരിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? അത്രയും ഗുരുതരമായ അവസ്ഥ അവർ ചെയ്ത പാപം കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ലഭിക്കുവാനുള്ള ഗുണപാഠത്തിന് അള്ളാഹു കഥകൾ, ചരിത്ര സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും അവർക്ക്
അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അവരുടെ സഹോദരന്മാരായുള്ള ദൂതന്മാരെ അള്ളാഹു ബയ്യനാത്തുകളുമായി അയച്ചു. പ്രത്യക്ഷമായ തെളിവുകൾ, ക്ലിയറായ ബയ്യനാത്ത്, ക്ലിയറായ തെളിവുകൾ, അടയാളങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് ദൂതന്മാരെ അയച്ചു. ഫമാ കാനൂ ലിയുഅ്മിനൂ, അവർ അത്ര പ്രത്യക്ഷമായ ക്ലിയറായ തെളിവുണ്ടായിട്ടും അവർ വിശ്വസിക്കുന്നില്ല. ബിമാ കാനൂ മിൻ ഖബ്ലു, ബിമാ കദ്ദബു മിൻ ഖബ്ലു, മുമ്പേ അവർ അത്തരത്തിലുള്ള ആളുകളാണ്. മുമ്പേ ഈ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന, തെളിവുകളെ അവഗണിച്ചു തള്ളുന്ന സ്വഭാവം അവരിൽ വന്നതിനാൽ ദൂതന്മാർ അവർക്ക് കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടും അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കുന്നു, മുദ്രയടിക്കുന്നു, അതിന്മേൽ ചാപ കുത്തുന്നു. എത്ര ക്ലിയറായ വ്യക്തമായ തെളിവുകളാണ് അള്ളാഹു നിരത്തിവച്ചിരിക്കുന്നത്. മൂഢമായി അന്ധമായി വിശ്വസിക്കേണ്ട ഒരു കാരണവുമില്ല. തെളിവുകളിലൂടെ തന്നെ അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ, വിശ്വാസകാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ഒരുപാട് തെളിവുകളാണ് അള്ളാഹു നിരത്തിവച്ചിരിക്കുന്നത്. നമ്മെ ജീവിക്കാൻ വിട്ട ഈ സൃഷ്ടിലോകമുണ്ടല്ലോ, ഈ ദുനിയാവ്, ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് തെളിവുകളാണ്, ബയ്യിനാത്തുകളാണ്, ആയാത്തുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം എല്ലാം തെളിഞ്ഞു നിൽക്കുന്ന, വ്യക്തമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സാക്ഷിത്വത്തെ അറിയിക്കുന്ന അടയാളങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, വക അയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാത്ത്, എത്ര 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 ആയാത്തുകളാണ് ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്നത്, ആകാശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. വൽ അർദി, ഈ ഭൂമിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കാണുന്നതൊക്കെയും കേൾക്കുന്നതൊക്കെയും ഇത്തരം അടയാളങ്ങളാണ്. യമുറൂന അലൈഹ, അതിലൂടെ അവർ നടന്നു നീങ്ങുന്നു, നടന്നു പോകുന്നു. എന്നിട്ട് വഹും അൻഹാ മുഅ്രിദീൻ, വഹും അൻഹാ മുഅ്രിദൂൻ, അവർ അതിനെ അവഗണിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള തെളിവുകളെ അവഗണിക്കുന്ന സ്വഭാവം അവരിൽ രൂപപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളെ ആ നിലയിലാക്കി. എന്താണ് മുദ്ര കുത്തുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു സർക്കാർ മുദ്ര അതിൽ പതിക്കുമ്പോൾ അത് വെറും വൈറ്റ് പേപ്പർ അല്ല, പിന്നെ അതൊരു വെള്ള കടലാസ് അല്ല. ആ കടലാസ് ഒരു മുദ്രപത്രമാണ്, ഒരു സ്റ്റാമ്പ് പേപ്പറാണ്. ആ സ്റ്റാമ്പ് പേപ്പർ ഈ വെള്ള കടലാസിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറി. അതിൻ്റെ വില വേറെയാണ്, അതിൻ്റെ ആവശ്യം വേറെയാണ്. അതേപോലെ തന്നെ ഒരു ലോഹത്തിൻ്റെ രൂപം, ഒരു ലോഹത്തിൻ്റെ രൂപത്തിൽ അതിൽ ചാപയടിച്ചാൽ, മുദ്രയടിച്ചാൽ അതൊരു നാണയമായി മാറും. പിന്നെ ഒരു ലോഹകഷ്ണമല്ല, അതിൻ്റെ വിലയും അതിൻ്റെ അവസ്ഥയും മറ്റൊന്നായി. അങ്ങനെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥ രൂപപ്പെടുന്ന, അഥവാ ഹൃദയത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഫിത്രത്ത് മാറി, ശുദ്ധ പ്രകൃതി മാറി, ഗ്രഹിക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവ്, കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള, തിരിച്ചറിയുവാനുള്ള ശക്തി നഷ്ടപ്പെട്ട് മറ്റൊരു അവസ്ഥ പ്രാപിക്കുന്ന രൂപമാണ് മുദ്ര കുത്തപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇത്തരം പാപങ്ങൾ കാരണം അവർ മുദ്ര കുത്തപ്പെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് ഹൃദയത്തിന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വ്യക്തമായി വിവരിച്ചു തരികയാണ്. അങ്ങനെയുള്ള തെളിവുകൾ നിഷേധിക്കൽ, അതേപോലെ തന്നെ മറ്റൊന്ന്, മുദ്ര കുത്തപ്പെടാനുള്ള മറ്റൊരു കാരണം, ഹൃദയത്തിന് ഈ ഭാവം മാറാനുള്ള മറ്റൊരു കാരണമായി പറയുന്നത് വിശ്വാസിയായിക്കൊണ്ട് നിഷേധിയാവുക. പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസിയാണെന്ന് അറിയപ്പെടാൻ ശ്രമിക്കുകയും എന്നാൽ നിഷേധം തുടർന്നു പോവുകയും ചെയ്യുന്ന സ്വഭാവം.
വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ മുനാഫിഖൂനിൽ പറയുന്നു, ദാലിക ബി അന്നഹും ആമനു സുമ്മ കഫറു. അത് അവർ വിശ്വസിക്കുന്നവരാണ്, എന്നിട്ട് സുമ്മ പിന്നെ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു, നിഷേധിക്കുകയും ചെയ്യുന്നു. ഫതുബിഅ അലാ ഖുലൂബിഹിം, അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ മുദ്രയടിക്കപ്പെട്ടു. ഫഹും ലാ യഫ്ഖഹൂൻ, ഇനി അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. മുദ്ര കുത്തപ്പെടുമ്പോൾ പിന്നീട് അതിന്റെ ഭാവവും അതിന്റെ രൂപവും അതിന്റെ അവസ്ഥയും ഹൃദയത്തിൻ്റെത് മാറി. അവർ ഗ്രഹിക്കുകയില്ല. ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല. എന്താ കാരണം? അല്ലദീന ഖാലു ആമന്നാ ബിഅഫ്വാഹിഹിം, വായുകൊണ്ട് നാവിൻ തുമ്പത്ത് ഈമാൻ പറയുന്നവർ. വലം തുഅ്മിൻ ഖുലൂബുഹും, ഹൃദയങ്ങൾ വിശ്വസിക്കാത്തവർ. ഹൃദയങ്ങളിലാണ് ഈമാനിന്റെ കേന്ദ്രം, ഹൃദയമാണ് ഈമാനിന്റെ കേന്ദ്രം. അതില്ലാത്തതിനാൽ വായു കൊണ്ടുള്ള ഈ പറച്ചിൽ ഏറ്റവും വലിയ ഇസ്ലാമിന് ദ്രോഹം വരുത്തുന്ന, മുസ്ലിം സമൂഹത്തിന് ഭവിഷ്യത്തുണ്ടാക്കുന്ന അവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ അവർ ഒന്നും ഗ്രഹിക്കാത്ത അവസ്ഥയിൽ പരിവർത്തിപ്പിക്കപ്പെടുന്നു, മുദ്രയടിക്കപ്പെടുന്ന ഹൃദയം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ തർക്ക വിഷയമാക്കി മാറ്റുക. അത് തർക്കിക്കാൻ, ജയിക്കാൻ, നേടാൻ, ക്ഷേമം നേടാനുള്ള അവസ്ഥക്ക് വേണ്ടിയുള്ള തർക്ക വിഷയം. താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ അതിനെ തർക്ക വിഷയമാക്കി മാറ്റുക. വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ സൂറത്തു ഗാഫിർ 40-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം പറയുന്നു, അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാ, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ തർക്കം നടത്തുന്നവർ. ബിഗൈരി സുൽത്താനിൻ, ആധികാരികമായ തെളിവില്ല. സൽത്തന ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ആധിപത്യം ചെലുത്തിയ ക്ലിയറായി ബോധ്യപ്പെട്ട ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആരോ പറഞ്ഞത് കേട്ട്, ആരുടെയോ പ്രസ്താവനകൾ അത് വെച്ച് തർക്കിക്കുക. നമുക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യത്തിലല്ലാതെ ഒരു സംസാരവുമില്ല. നമുക്ക് ബോധ്യപ്പെട്ടത്, സ്വന്തം ബോധ്യപ്പെട്ടതാണ് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കിക്കുന്നത് അതാഹും ബിഗൈരി സുൽത്താനിൻ അതാഹും, അങ്ങനെ ഒരു ആധികാരികമായ ഹൃദയത്തിൽ വേരൂന്നിയ തെളിവ് കിട്ടിയിട്ടില്ല. അയാൾക്കതിൽ വിശ്വാസം വന്നിട്ടില്ല. കബുറ മഖ്തൻ ഇൻദല്ലാഹി, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്ന വിഷയമാണ്. വഇൻദല്ലദീന ആമനു, വിശ്വാസികളുടെ കൂട്ടത്തിലും. കദാലിക യത്ബഅ അല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. കദാലിക, അപ്രകാരം, യത്ബഉ, മുദ്രയടിക്കുന്നു, ചാപ്പയടിക്കുന്നു, അലാ കുല്ലി ഖൽബിൻ, എല്ലാ ഹൃദയവും. കൽബുൻ മുതകബ്ബിർ, അഹന്ത സ്വഭാവമായ മാറിയ ഹൃദയം. ജബ്ബാർ, സ്വേച്ഛാധിപത്യം നടപ്പാക്കാൻ ശ്രമിക്കുന്ന, തൻ്റെ കാര്യം നടക്കുക. അള്ളാഹുവിൻ്റെ ആയത്തിലാണ് തൻ്റെ കാര്യത്തിന് വേണ്ടി, തൻ്റെ നേട്ടത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ ഹൃദയങ്ങളിലും അള്ളാഹു ഇത്തരത്തിൽ മുദ്രയടിക്കപ്പെടും. ഒരിക്കലും ഗ്രഹിക്കപ്പെടാത്ത ഒരു സാഹചര്യം അവരിലേക്ക് വരും. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉറപ്പിച്ച മനസ്സ്, മുമ്പേ കണ്ടീഷനായത്, ഞാൻ അങ്ങനെയാണ്, ഇനി മാറ്റമില്ല, ഇത് ഇത്രയുള്ളൂ, ഇത് അതിനനുസരിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിൻഹും മൻ യസ്തമിഉ ഇലൈക, അവരിൽ തന്നെയുണ്ട് ചിലർ നിന്നെ ശ്രദ്ധിക്കുന്നു, ഖുർആനൊക്കെ കേൾക്കുന്നു, തെളിവുകൾ നോക്കുന്നു, ശ്രദ്ധിച്ചിരിക്കുന്നു. ഹത്താ ഇദാ ഖറജൂ മിൻ ഇന്ദിക, എന്നിട്ട് നിന്റെ അടുക്കൽ നിന്ന് അവർ പുറത്തു പോയാൽ ഖാലൂ ലില്ലദീന ഊതുൽ ഇൽമ, ജ്ഞാനം നൽകപ്പെട്ടവരോട് പറയുകയാണ്. ജ്ഞാനം നൽകപ്പെടുക എന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സിദ്ധിയാണ്. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുവാനുള്ള ഹൃദയ വിശുദ്ധി റബ്ബ് തരുന്നതാണ്. അങ്ങനെ ഊത്തുൽ ഇൽമിനോട് അവർ പറയും, മാതാ ഖാലാനിഫൻ, എന്തേ ഇപ്പൊ ഈ സംസാരിച്ചതൊക്കെ? ഉലായിക്കല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലാണ് അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നത്. വത്തബഉ അഹ്വാഅഹും, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർ പോവുള്ളൂ. അവർ മുമ്പേ തീരുമാനിച്ച ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നീങ്ങുന്നവർ. ഇങ്ങനെ ഒരു ധാരയിൽ ഒരു മാറ്റവും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ചിന്തിക്കാത്ത തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എല്ലാം മുദ്രയടിച്ചതിൻ്റെ സ്വഭാവങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലുണ്ടാകുന്ന എത്ര വലിയ ഈ ആഘാതങ്ങളെ എല്ലാം
ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ഊത്തുൽ ഇൽമിന് ബോധ്യപ്പെട്ട ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന സ്വഭാവം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.